അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോടെ, സത്യം പറഞ്ഞ ഷിംജിത മുസ്തഫ നരഭോജി ശവന്തീനി ഇപ്പോൾ ജയിലിൽ കിടന്ന് പിന്നെ രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് വിളിയൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. സത്യമൊന്നും അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചൊരു സംഭവം, അത് സത്യമായി വരുന്നു എന്നൊരു ഡൗട്ട്. അതായത് ഈ പറയുന്ന ഷിംജിത നമ്മുടെ ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ, അതായത് ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കിയോ എന്നുള്ളതാണ്. ലക്ഷങ്ങൾ ഈ പറയുന്ന ഷിംജിത ഈ ദീപകിനോട് പൈസ ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. വലുതായിട്ട് ഞെട്ടണ്ട. ഇനി അവൾ ചോദിച്ചിട്ടുണ്ടാവോ, ഇതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് മറ്റൊരു കേസ് പറയാം. ഇന്നലെ ഈ പറയുന്ന ഷിംജിതയുടെ കൂടെ നിന്ന ഒരു കൂട്ടുകാരിൽ അവളെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, ഇത് അവൾ അടുത്ത് നിൽക്കുന്നത് ഇവളുടെ കൂട്ടുകാരിയാണ് എവിടത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും, അതോ സഹയാത്രികയാണ്, അതോ അവിടെ കൂടി അതിനകത്ത് എന്താണ് ആ ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ വന്നൊരു പെൺകുട്ടിയാണ്. കാരണം ആ പെൺകുട്ടിയുടെ മുഖം കൃത്യമായിട്ട് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവള് കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കുരുക്കും കൂടി ഷിംജിതയുടെ തലയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ഷിംജിത പുറത്തിറങ്ങാൻ ജാമ്യം കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇവൾ കൊടുത്ത പരാതി, അതായത് അവൻ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ ലൈംഗിക ചുവയോടുകൂടി താല്പര്യത്തോടു കൂടി എന്നെ സ്പർശിച്ചു എന്നുള്ള വാദം തെളിയിക്കാനുള്ള ഒരു തെളിവ് പോലും ഈ വീഡിയോക്കകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞതായിട്ടാണ് അറിവ്. നമുക്ക് ആദ്യം ഈ ഒരു വാർത്തയിലേക്ക് പോകാം. അതിനുശേഷം എൻ്റെ സംശയങ്ങളും ഇത് എത്രത്തോളം സത്യമാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് സംസാരിക്കണം. അതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ. ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും. എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല. ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിക്ക് ശേഷം കുന്നമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളൊരു നിയമോപദേശം കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യം തടയാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ ആരോപണത്തെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ മക്കളുടെ സ്ഥിര പരിപാടിയാണല്ലേ ഇത്. ഇപ്പൊ ഷിംജിത മുസ്തഫയുടെ സ്ഥിര പരിപാടിയാണ്. അവൾ അന്നൊരു റീലിട്ട് ഓർമ്മയുണ്ടോ? പണമാണ് എല്ലാത്തിനും വലുത്, പണമുണ്ടെങ്കിൽ എന്തും വായിക്കാൻ പറ്റും, ഏത് രീതിയിലും പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റീല്. അത് നെഞ്ചിത്തട്ടിയാണ് നീ പറഞ്ഞത്. അപ്പോ ഇവള് ഇതിനു മുമ്പേയും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് പലരെയും ഭീഷണിപ്പെടുത്തി ഹണി ട്രാപ്പിൽ പെടുത്തി ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് തട്ടിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് പോലീസുകാർക്ക് കിട്ടി എന്നുള്ള അറിവ് ഞെട്ടിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ സാധ്യതകൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന ഷിംജിത അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ? ഈ പറയുന്ന നമ്മുടെ ദീപകിനോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ
ഒന്നാമത്തെ കേസ് ഇവൾക്ക് മുൻകാല പരിചയമുണ്ട്, മുൻകാലം ഇവൾക്ക് ഇത് തന്നെയാണ് പരിപാടി, മനസ്സിലായോ? ഇവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും ഈ പറയുന്ന ഹണി ട്രാപ്പ് ചെയ്തോ മറ്റോ ചെയ്തോ മറിച്ചോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നൊരു ചിന്തയാണ്. ഭർത്താവൊക്കെ കളഞ്ഞിട്ട് പോയി, കൈയിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനൊരു ചാൻസ് ഉണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കേസ്, ഇവൾ ആദ്യം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്തുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തു? അതിനുശേഷം പിന്നീടാണ് രണ്ടാമത് റീപോസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഈ പറയുന്ന ദീപക്കുമായിട്ട് ഒരു വിലപേശൽ നടന്നു എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ആദ്യത്തെ പോസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം ഇട്ട ബസ് വീഡിയോ ഇവള് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ്, അതോ പിറ്റേ ദിവസവും എന്തോ ആണ് ഇവള് അടുത്ത വീഡിയോ ഇടുന്നത്. മനസ്സിലായോ? അടുത്ത വീഡിയോ ഇടുന്നത്. ഇനി നമ്മൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ പറയുന്ന ദീപക് അന്നേ ദിവസം തന്നെ 45,000 രൂപ വിഡ്രോ ചെയ്ത് കൊണ്ടുവച്ചിരുന്നു എന്നുള്ളത് ഒരു സംശയാസ്പദമായ ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ചിലപ്പോ അവൻ മരണം മുന്നിൽ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടുകാർ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ കടന്ന് ഓടണ്ട എന്ന് കരുതി കൊണ്ടുവച്ചതാണ് എന്നുള്ളതാണ് എന്റെ അന്നത്തെ നിഗമനം. ഇനി ഈ പറയുന്ന ഷിംജിത കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ 45,000 കൊണ്ടുവച്ചത്? അതോ അപ്പോ ഈ 45,000 തികയുന്നില്ല. അപ്പൊ ലക്ഷങ്ങൾ, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ലക്ഷങ്ങൾ ഇവന്റെ അടുത്ത് ഈ പറയുന്ന എന്താണ് കൈക്കൂലിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് മറയ്ക്കാൻ വേണ്ടി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചോ എന്നുള്ളത് വളരെ വളരെ എന്താണ് ബലപ്പെടുന്ന ഒരു സംശയമാണ്. ഇനി അവള് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഇപ്പൊ എന്റെ മനസ്സിൽ പോകുന്നത്, ഇവള് ഫോൺ വഴി ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഫോൺ വഴിയും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൂഫാണ്. ആർക്ക്? ഈ പറയുന്ന ദീപക്കിനൊരു പ്രൂഫാണ്. ദീപക്കിന് ഇത് കാണിക്കാമായിരുന്നു, പുറത്ത് കാണിച്ചതിന് അപ്പൊ തന്നെ ഷിംജിത ഉള്ളയിലാകുമെന്നുള്ളത്. അപ്പൊ അതാ പക്ഷേ ഇവള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിട്ടോ മറ്റാരെങ്കിലും കൊണ്ടോ ആയിരിക്കും ഇവൾ ഈ ഒരു സംഭവം ചോദിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം മുൻകാല പിന്നീട് ഇതുപോലെ പറ്റിച്ച് ഹണി ട്രാപ്പിൽ പെടുത്തി പൈസ പറ്റിച്ച പതിവ് ഇവളുടെ ഹിസ്റ്ററിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവളുടെ ബാക്കിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് ഇതിലില്ലെങ്കിൽ കൂടിയും മുമ്പ് ഇവളുടെ ബാക്കിൽ ഒരു ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കല്ല, എൻ്റെ ബാക്കിൽ പുരുഷന്മാരോ മറ്റു പെൺകുട്ടികളോ ഒക്കെ കാണും. അപ്പൊ ഇതൊരു ശൃംഖലയായിട്ട് നിന്നുകൊണ്ട് അവനെ നേരിട്ട് പോയി ചോദിച്ചതാണോ എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ഡൗട്ട്, ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരാനുള്ള ചാൻസ് ഞാൻ പറയുന്ന ഒരു 30% ഉള്ളൂ. ഒരു 70% അങ്ങനെ ഒരു ക്യാഷ് ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്ന നമ്മുടെ ദീപക് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് കൂട്ടുകാരൻ വിളിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്തൊന്നും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ പറയുന്ന ദീപക് തന്നെ കരുതി കാണും കൂട്ടുകാരനും അറിയണ്ട, ഇതെങ്ങനെ ഒതുക്കി തീർക്കുകയാണെങ്കിൽ തീരട്ടെ എന്ന് ദീപക് കരുതി കാണും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം. അപ്പോൾ അതുപോലെ ഇവിടെ ധൈര്യത്തിൽ വന്ന് വീണ്ടും നമ്മൾ ഒരാളെടുത്ത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം പൈസ ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ ആവശ്യപ്പെടുന്ന സാധനം എടുത്ത് ഈ പറയുന്ന എന്താണ് സോഷ്യൽ മീഡിയ അവൾ തീരെയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇവള് ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതിന് ഒരു 30% മാത്രമേ ഞാൻ അതിനകത്ത് ഒരു പോസിബിലിറ്റി കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇവൾക്ക് ഇതായിരുന്നു പണിയെങ്കിൽ മുമ്പും ഇതുപോലെ പലവരെ പറ്റിച്ചുകൊണ്ട് പണം തട്ടിയെടുത്തു, ഹണി ട്രാപ്പ് വഴി പണം തട്ടിയെടുത്ത ഒരു ശീലം ഇവൾക്ക് ഉള്ള എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്തിരിക്കാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണോ ഇവനെ ഈ 45,000 രൂപ എടുത്തുകൊണ്ട് വന്നത് തികയാതെ എനിക്ക് കൂടുതൽ വേണം, എനിക്ക് ലക്ഷങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇവന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണോ ഇവർ രണ്ടാമത്തെ വീഡിയോ കുറച്ചും കൂടി സ്ലോ മോഷനിലാക്കിക്കൊണ്ട് ഇട്ടത് എന്നുള്ള സംശയം ഇവിടെ ബലപ്പെടുകയാണ്. എൻ്റെ പൊന്ന് ഷിംജിത മുസ്തഫെ, നീ ആള് ചില്ലറയൊന്നുമല്ല, നീ ആള് പുലിയാണല്ലോ. നീ കാരണം നിന്റെ കയ്യിലിരിപ്പ് കാരണം, കുത്തിത്തുളപ്പ് കാരണം പാവം ഒരു പയ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ട. അമ്മയുടെയും അച്ഛന്റെയും കരച്ചിൽ കാണണം. അവളെയും ഈ പറയുന്ന ഷിംജിതയും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആക്ടിവിസ്റ്റ്, ഇവരൊക്കെ എന്താണ് തുണിയില്ലാതെ റോട്ടിൽ കിടന്ന് ആടുന്നതാണ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ശ്രീലക്ഷ്മി അറപ്പും തേങ്ങയും മാങ്ങയും, ഇവളൊക്കെ സ്ത്രീജന്മത്തില് മനുഷ്യജന്മത്തിലും കൂടി കൂട്ടാൻ പറ്റാത്ത കുറെ നാറികൾ ഇപ്പൊ ആ ചെകുത്താൻ വന്നിന്ന് ഉണ്ടാകണം. കാരണം യവനും ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ അറ്റ സുഹൃത്താണല്ലോ ചെകുത്തൻ. സ്വാഭാവികം അവനത് പറഞ്ഞില്ലെങ്കിൽ, ഇവന്റെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ആര് മൈൻഡ് ചെയ്യണ്? ഇവിടെ മനുഷ്യരുണ്ട്, സാധാരണ ജനങ്ങൾ, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നത് അല്ലേ? കൃത്യമായിട്ട് ആ വീഡിയോക്ക് അതാണ് പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നത്. ഈ വീഡിയോക്കകത്ത് ഷിംജിത പറഞ്ഞ ന്യായങ്ങളെ
പിന്നീട് സാധൂകരിക്കുന്ന ഒരു തെളിവുമില്ല. നമ്മൾ ആവർത്തിച്ച് കണ്ടു. ഇന്നലെ ഒരു മറ്റേ ഇതിൽ തമ്മിൽ ഒരു മൂക്കുത്തിട്ട് ഒരുത്തി വന്നിട്ട് എന്തോ ഒക്കെ പറയുന്നുണ്ട്. അവള് കണ്ടെന്ന്. എന്ത് കണ്ടെന്നാ പറയണത്? നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൾ കഥാപക്ഷ ഷൂട്ട് ചെയ്യാനാണ് അവൾ ആഗ്രഹം. റിയർ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു, തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്താൽ തീർന്നു. അതൊന്നും അല്ലാതെ വളരെ വ്യക്തമായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറൽ ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യം കരുതിയിരിക്കുന്നത്. അതുമല്ല, അതിനപ്പുറം ഹണി ട്രാപ്പിൽ കൊടുത്ത് ഇതൊരു ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പൈസ തട്ടാനുള്ള അടവായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്ത. അതുമല്ല, മുമ്പ് ഷിംജിതയ്ക്ക് ഇതായിരുന്നു പണി. അപ്പൊ ഇവളെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, എത്ര പേരെ ഇവർ ഇതുപോലെ കുടുക്കി പൈസ തട്ടിയിട്ടുണ്ട്? എന്റെ പൊന്ന് ഷിംജിത മുസ്തഫെ, നീ അഴിക്കുള്ളിത്ത, നീ ഒരു 10 കൊല്ലം അതിനകത്ത് കിടന്ന് പുഴുത്തു നാറണം എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അപ്പുറം മസ്റ്റർ കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.